ശ്യാം ദേവരാജ്, ഇക്കാര്യത്തിൽ സുപ്രീം കോടതി വിധിയിൽ തന്നെ ചില വീഴ്ചകൾ ഇതിനകം തന്നെ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ചില കണക്കുകൾ ലഭ്യമല്ലാത്ത സ്ഥിതിയുണ്ട്. ഇനിയിപ്പോൾ ഇത് ടാലി ചെയ്ത് നോക്കണം ഓരോരുത്തരും എത്രയൊക്കെ വാങ്ങിയെന്ന്. ഇവരെത്ര പേര് പണം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ആർക്കൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അല്പസമയം കൂടി നമുക്ക്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തുന്നവർക്കും ആവശ്യമാണ്. എന്തൊക്കെ പരാധീനതകളാണ് പുറത്തു വരുന്നത്? ഒന്ന്. രണ്ട്, കോടതി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? എം വി ദിനേഷ് കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങളിൽ രണ്ട് പട്ടികയാണ് പുറത്തുവിട്ടത്. ആ പട്ടികകളിൽ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ നമ്പർ ഉണ്ടായിരുന്നില്ല. ആ നമ്പർ വെളിപ്പെടുത്തണം, തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ നമ്പർ കൂടി പരസ്യപ്പെടുത്തണമെന്ന് SBIക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അത്തരമൊരു നിർദ്ദേശം നൽകിയത്. SBIയെ സംബന്ധിച്ച് SBI മറച്ചുവെച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്തത്. ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് സുപ്രീം കോടതി പിന്നെയും നൽകിയിരിക്കുന്നത്. കാരണം ഈ ബോണ്ടുകൾ രണ്ട് ഭാഗങ്ങളായാണ്, രണ്ട് പെൻഡ്രൈവുകളിലായാണ് നൽകിയത്. ആദ്യ ബോണ്ടിൽ ഈ ആരാണ് ബോണ്ട് വാങ്ങിയതെന്നും ഏത് തീയതിയിലാണ് വാങ്ങിയതെന്നും എത്ര രൂപയുടെ ബോണ്ടാണ് വാങ്ങിയത് തുടങ്ങിയ വിവരങ്ങളായിരുന്നു. രണ്ടാമത്തേത്, ഈ ബോണ്ടുകൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് പണമാക്കി മാറ്റിയത്, ആ തുകയും ആയിരുന്നു. ഏത് ബോണ്ട് ആരാണ് വാങ്ങിയത് എന്നതിനെ സംബന്ധിച്ച നമ്പർ, ബോണ്ടിന്റെ നമ്പർ വെളിപ്പെടുത്തിയിരുന്നില്ല, അത് പരസ്യമാക്കിയിരുന്നില്ല. ആ നമ്പർ പരസ്യമാക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ SBIക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SBI ഈ ഹർജിയിൽ, തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കക്ഷിയല്ല എന്ന കാര്യം സോളിസിറ്റർ ജനറൽ, കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു. അക്കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്തില്ല. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ആവശ്യപ്പെട്ടത് ഈ ജഡ്ജ്മെന്റിൽ, വിധിന്യായത്തിൽ, തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട ഫെബ്രുവരി 15 വിധിന്യായത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തണം എന്ന കാര്യമായിരുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സുപ്രീം കോടതിയിൽ നൽകിയ വിവരങ്ങളിൽ, ഈ SBI നൽകിയ കൈമാറ്റം ചെയ്ത വിവരങ്ങളിൽ അതിൻ്റെ ആ രേഖകളെല്ലാം സ്കാൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒറിജിനൽ രേഖകൾ ഇന്ന് തന്നെ കൈമാറാം എന്നും ഇന്ന് തന്നെ തിരിച്ച് മടക്കി നൽകാമെന്ന കാര്യവും സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച 5 അംഗ ബെഞ്ചിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇത് മറ്റൊരു ബെഞ്ച് അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കും എന്നൊരു സൂചന കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. സഞ്ജയ് ഖന്ന ഉൾപ്പെടെയുള്ള ആളുകൾ, AG മാസി ഉൾപ്പെടെയുള്ള ജഡ്ജിമാർ ഉൾപ്പെടുന്ന പുതിയ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുമെന്നടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5 അംഗ ബെഞ്ചാണ്. ഇതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സുപ്രീം കോടതി SBIക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശം എന്നത് എല്ലാ വിവരങ്ങളും പരസ്യപ്പെടുത്തണം, അതിൽ ബോണ്ടിൻ്റെ നമ്പറും ആ ബോണ്ടിൻ്റെ നമ്പർ കൂടി പരസ്യപ്പെടുത്തണം എന്ന കാര്യമാണ്. കാരണം ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ വളരെ വലിയ ഞെട്ടിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. കാരണം ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന കമ്പനികളാണ്. അന്വേഷണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ വൻതുക, കോടിക്കണക്കിന് രൂപ ബോണ്ട് വാങ്ങിയത്, SBIയിൽ നിന്ന് ബോണ്ട് വാങ്ങിയത്, ഇത് ഭരണകക്ഷിയായ BJPയിലേക്ക് തന്നെ എത്തി എന്നതിന് അത്തരമൊരു ആക്ഷേപം വളരെ വലിയ രീതിയിൽ സാമൂഹിക മാധ്യമമായ എക്സിലടക്കം അത്തരം വലിയ പ്രചാരണങ്ങളും ഉണ്ട്. ഇക്കാര്യത്തിൽ ബോണ്ടിന്റെ നമ്പർ പരസ്യപ്പെടുത്താതെയുള്ള വിവരങ്ങളാണ് ഇന്ന് SBI കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത്. ഒപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയതും ഈ ബോണ്ടിന്റെ നമ്പർ ഉൾപ്പെടാതെയുള്ള വിവരങ്ങളാണ്. ആ വിവരങ്ങൾ കൂടി പരസ്യപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ SBIക്കും നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ, മുതിർന്ന അഭിഭാഷകൻ, പറഞ്ഞത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിന്യായം വളരെ വ്യക്തമാണ്. എന്നാൽ അതനുസരിച്ച് തന്നെ എല്ലാ വിവരങ്ങളും SBI പരസ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന കാര്യവും കൂടി കപിൽ സിബൽ സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് SBIക്ക് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയത്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ന് ഇലക്ട്രൽ ബോണ്ടുകളുടെ ദിവസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. കോൺഗ്രസ്, ഇപ്പോൾ ശ്യാം ദേവരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ, കോൺഗ്രസ് ഇതിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നത്. BJP വലിയ നിലയിൽ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലും ആയിരിക്കുകയാണ്. കോൺഗ്രസ് പറയുന്നത് 2018 മാർച്ച് മാസമാണ് SBI ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയത്.
എന്നാൽ 2019 മുതലുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആരെയാണ് BJP സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ 2018-നും 2019-നും ഇടയിൽ 2500 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് SBIയിൽ നിന്ന് ചില കമ്പനികൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ 95% ബോണ്ടും BJP-യുടേതാണ്. ആരെയോ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് 2018-2019 വർഷങ്ങളിലെ ഇലക്ട്രൽ ബോണ്ട് പുറത്തുവിടാത്തത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. ഇനിയും കോടതിയിൽ നിന്ന് ചില വിവരങ്ങൾ വരാനുണ്ട്.